ഇപ്പൊ മൂന്നാറ് പോയ 5000 റുപ്യ. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണിത്. നമ്മൾ ഓഫ് റോഡ് പോകുന്നതും അതുപോലെ തന്നെ ട്രിപ്പ് പോകുന്നതും നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം. എന്താ നമ്മൾ ചാനലിന്റെ റിവീലിംഗ് ആണ്. എല്ലാവരും വരും ഇവിടെ ബാബുട്ടിയുടെ ചാനലിന്റെ പേര് എന്താണെന്ന് വെച്ചാല്, ചാനലിന്റെ പേരിട്ടില്ലേ എന്താ ചാനലിന്റെ പേര്? ബൾബർ ഓഫീസിലാണ് നമ്മൾ ചാനലിന്റെ പേരിട്ടു. ഓക്കെ, അപ്പൊ നമ്മളെ ചെക്കന്മാരെല്ലാരും ഉണ്ട്. പേര് പറഞ്ഞോക്കെ ശക്തിവേല കണ്ടെന്ന് ആരൊക്കെയല്ലേ പേരുണ്ട്? ധനുരാഗ്. ഇവിടെ സഞ്ജയ്. ഇവിടെ വാ. ശിവശക്തി. ഇവിടെ എല്ലാരും പറഞ്ഞോക്കി. സഞ്ജു. ഇവരെല്ലാരും ഇവിടെ ഫുട്ബോൾ ശ്രീജിത്ത്. എല്ലാരും ഉണ്ട്. നമ്മളെല്ലാരും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ലൊക്കേഷൻ ഇവിടെ അട്ടപ്പാടി, അഗളി, അങ്ങനെ 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 ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചിലപ്പോ നരസിമുക്ക് ഇല്ലേ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഓരോ സ്ഥലത്തിന്റെയും വിഷ്വലുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പൊ നമ്മൾ താറുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നബീല്. ഇവിടെ ഇതാണ് നബീല്. അതുപോലെ തന്നെ ഇത് സമദ്. അതുപോലെ തന്നെ നമ്മളെ സുഹൃത്ത് തന്നെയാണ് സജാദ്. യൂസർ ബൈക്കിന്റെ ഷോറൂമിലുള്ളതാണ്. ബൈക്ക് ഗാരേജ് മഞ്ചേരി. പിന്നെ അതേപോലെ തന്നെ യൂനുസും ഉണ്ട്. നമ്മളപ്പോ ഒന്ന് പൊളിക്കും. നമ്മുടെ യൂനുസ് ബാപ്പുട്ടി എല്ലാമായ നമ്മുടെ ശങ്കി കരള് ബാപ്പുട്ടിന്റെ നാട്ടുകാരൻ. പിന്നെ നബീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ 5G സ്റ്റോറിന്റെ ഓണറാണ്. അതുപോലെ തന്നെ സജാദ് നമ്മളെ ബൈക്ക് ഗാരേജിൽ ബൈക്കിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയെടുത്ത ആളാണ്. യൂസർ ബൈക്കിൽ നമ്മൾ റിപ്പയറിങ്ങിന് എന്താ ആവശ്യമുണ്ടെങ്കിലും സമ്മതി ഇവിടെ ഉണ്ട്. വിന്റേജ് പിസ്റ്റൺ എന്നുള്ള പേരിൽ പ്രൊമോഷനൊക്കെ ആവും. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഗ്യാങ് ആകാൻ കാരണം ഒരു വണ്ടി ടച്ചുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഗ്യാങ് കാര്യങ്ങളെല്ലാം ആയത്. ഈ യൂട്യൂബ് ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വണ്ടി സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ഓഫ് റോഡ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകളായിരിക്കും. നമ്മളെ ഫോർച്യൂണറും അതുപോലെ തന്നെ നമ്മളെ താറുമായിട്ട് ഓഫ് റോഡ് പോകുന്നതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കറക്കുന്ന വിഷയം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഒന്ന് കറക്കി കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കറക്കിയില്ല, കാരണം ഇവിടുത്തെ നാട്ടുകാർ സീനാവെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ നല്ല ഒതുക്കി വെച്ചതാണ്. പിന്നെ ഇവിടെ പോയുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഇറക്കി. അതുപോലെ തന്നെ റിവർ ക്രോസിങ്, ഓഫ് റോഡ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഇത് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ണായിട്ടുള്ള കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഇതേപോലത്തെ മൈൻഡുള്ള ആൾക്കാർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് തുടങ്ങി. ഈ ടൗണാണ് വിഷയമല്ല. ഒരു വണ്ടിനോട് ഓവർടേക്ക് ചെയ്തിട്ട് കിട്ടി കയറി പോയിക്കോളൂ. എന്റെ വണ്ടി കുഴപ്പമില്ലടാ, ഇജ്ജ് വിട്ടോ. ഞാൻ വിടും. അങ്ങനല്ല, നബീലിന്റെ വണ്ടി പ്രശ്നമൊന്നുമില്ല. അതത്ര ഉള്ളൂ. വണ്ടിയിലുള്ള ഒരു സ്പ്ലിറ്റ് പോലീസുകാരെ കാണാത്ത ഇജ്ജ് ഫുള്ള് എടുക്കുക, അപ്പൊ സ്പ്ലിറ്റ് ഇല്ല. അടുത്ത വളരെ ഞാൻ കയറ്റം കയറി ചെയ്യാലോ. അന്ന ആനന്റെ മുന്നേ ഇറക്കിയപ്പോ ചത്ത പറഞ്ഞേ. നടന്ന് വണ്ടി നടന്നില്ലേ ഇറക്കാൻ വിട്ടപ്പോളേ അപ്പോളാ അവന് താരി സംഭവം കണ്ട്. അതരെ ഞാൻ പോവാ ആനന്റെ അവിടെ ഇറക്ക്. ഇവിടുന്ന് എടുത്തിട്ടോ അവിടേക്കന്നെ പോണേ. പോലീസുകാർ പോയടാ. ഈ റോഡ് ഏതാ? ഇതികൂടെ റോഡുണ്ട്. ഇതപ്പുറത്ത് ചാടാ. ആ റോഡ് കൂടെ നിങ്ങള് പോരുന്ന ഞങ്ങൾ ഇതികൂടെ ചാടി വരാം. ആ പോലീസ് ഇതൊക്കെയാണ് നമ്മളെ ലാരി. വേം വരി. ഓ എന്താ ഡ്രൈവർ, മുന്നിലുള്ളൊരു ഡ്രൈവർ, പ്രോ ഡ്രൈവർ. ഞങ്ങൾക്കൊക്കെ നടക്കും. പോലീസുകാർ ഇത് കാണും. പോലീസുകാരെ കാണാതെ വെട്ടിച്ച് കൊണ്ടുപോവാന്നുള്ളതാ കഴിവ്. അല്ലാതെ പോലീസുകാരെ മുന്നിൽ വെച്ച് കൊടുത്താണ്ട് 35,000 40,000 ഇതാ കുടിച്ചോളി ഓർക്ക് തക്കാത്ത കൊടുക്കാനല്ല. അനക്ക് ആനന ഞാൻ ഇന്നവിടെ ഇറക്കിയ ഞാൻ എന്റെ ബാക്ക് പോകണപ്പോളേ അന്നെ അവിടെ ഇറക്കിയപ്പോ പിന്നെ എന്റെ മുട്ടുംകാരോട് പറിച്ചിട്ട് അവിടെ സൈഡാക്കിയാ ഞാൻ കേറുന്നില്ല, ഞാൻ പോകുന്നില്ലായിരുന്നു.
അതൊരേ വർത്താനത്തിന് ഒരു കുറവില്ല. ആനന്റെ മുന്നിൽ കൂടെ വണ്ടി പോണല്ലോ പറഞ്ഞേ, നടന്നു പോണ കേസ പറഞ്ഞേ. തൊള്ള പൊട്ടിക്കോ. അട്ടപ്പാടി വഴി ഒരു ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി പോകാം. അപ്പൊ പോകുന്ന വഴി ഫുൾ ഓഫ് റോഡാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണോന്നുള്ള സംശയം. കാരണം അത്രയും നല്ല റോഡാണ്. ഇത് എങ്ങനെ സാധാരണ വണ്ടികളൊക്കെ ഇതിൽ കൂടെ പോവാ അല്ലേ? എന്താ അഭിപ്രായം? വീഡിയോ ആണല്ലോ. ആയിക്കോട്ടെ, കാണാം. അപ്പൊ നമ്മൾ ആനയായിട്ട് ഇപ്പൊ ഈ കൊണ്ട് കേട്ടോ. ഏതൊക്കെ വണ്ടിനെ അടിയൊക്കെ തട്ടണതാ, അങ്ങനെ കുണ്ടൊക്കെ ചാടി പോണതാ. അതിന് നോക്കണ്ടിട്ട് ചെക്കന്മാര്. ഫുൾ സീന്. വെള്ളത്തിലാണ് മുങ്ങി പോണത് ചില വണ്ടി. ആ വണ്ടിയാടാ ശരിക്കും ഇതിനെ പറ്റി അല്ലേ? എക്സ്പൾസ് തന്നെ കണ്ടോ? അല്ല ഓഫ് റോഡ് ചാടിച്ചേരി ഓന് മുതലായിട്ടോ വണ്ടി. ഓന് മുതലായി ആ വരുന്നത്. എക്സ്പൾസ് മോഡിഫൈഡ് എക്സ്പൾസ് ആണ്. ഓന് മുതലായി. ഓനീ നാട്ടുകാരെ മനസ്സിലാക്കി എടുത്തതാ. ആദ്യം നീ വണ്ടി എടുത്താലേ. നമുക്ക് എടുക്കണം. ഒരു വൈബ് നടക്കൂല. പുറത്ത് ഇറങ്ങി പോകുമ്പോ തന്നെ ഓഫ് റോഡ്. കുറച്ച് ടീം പെര ഉത്തരക്കുന്ന ടീം. അത് ഒരു പരിപാടി പെര ഉത്തരക്കുന്ന ടീം. എപ്പം വിളിച്ചാലും അവർക്ക് പോകാണ്ട്, കല്യാണത്തിന് പോകാണ്ട്, മറ്റിടത്ത് പോകാണ്ട്, ഫുള്ള് തിരക്കേറാം. ഇല്യാസ്, അർഷദ്, സലാമി കിന്ത് ഹറാമി. ഓ ശരി ശരി. അസ്സലാമലൈക്കും. ഞാൻ പോയിക്കോളെ. ഇപ്പൊ മൂന്നാർ പോയ 5000 റുപ്യ. ഇപ്പൊ മൂന്നാറെത്തി 5000 വീഡിയോ ഉണ്ട്. വെറുതെ കല്യാണം എല്ലാരും കേട്ടോ, റെക്കോർഡ് ഇതില്. ഞങ്ങൾ ആസ്വദിച്ചോളാം. നിങ്ങൾ മൂന്നാമത്തെ വർത്തമാനം പോരാത്തവര്. അപ്പൊ ഗൈസ്, നമ്മളിന്നൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ പോവാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി വഴിയാണ് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകാൻ പോകണത്. പക്ഷെ പോകുന്ന വഴി തന്നെ അടിപൊളി റോഡുകൾ ഓഫ് റോഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റോഡ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പോകുന്ന അട്ടപ്പാടി വരെ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അട്ടപ്പാടി പോയിട്ട് നമ്മൾ അവിടുത്തെ ഹിഡൻ സ്പോട്ടുകൾ കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക്. വെറൈറ്റി കോമഡികളും അതുപോലെ തന്നെ 2 വണ്ടിയാണുള്ളത്. നമ്മൾ താറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആനയുണ്ട്, ഫോർച്യൂണർ. ഈ 2 വണ്ടിയായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടുത്തെ അടിപൊളി കുറച്ച് വിഷ്വലുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഫണ്ണായിരിക്കും, ഫൺ ഡ്രൈവ് ഉണ്ടാവും, ഫുൾ സെറ്റായിരിക്കും. എത്രയായി ബില്ല്? എത്രയായി? 150. അടുത്ത നമുക്ക് റെഡ് ബുൾ കുടിച്ചാ. അപ്പൊ നമ്മളെ എവിടെയാണ് പാപ്പുട്ടി സ്ഥലം? യെസ്, നമ്മൾ അട്ടപ്പാടി ഏകദേശം കയറി തുടങ്ങി. നല്ല വ്യൂ പോയിന്റ്, നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സമയത്താണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി വിഷ്വലുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അട്ടപ്പാടിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ ഓവർ മഴ ഉണ്ടാകുന്ന സമയത്തല്ലാതെ ഒരു നോർമൽ മഴ അതുപോലെ ക്ലൈമറ്റ് ഒക്കെ ഉള്ള സമയത്ത് വന്നാല് നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ലലേക്ക് പോയി വരും ചെയ്യാം. നല്ല വൈബായിട്ടുള്ള ആസ്വദിച്ച് കാണും ചെയ്യാം. അപ്പം ബൈക്കിലൊക്കെ ഒരുപാട് ആളുകൾ ചെറിയ റെയിൻകോട്ട് 100 രൂപേന്റെ റെയിൻകോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബൈക്കിലായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ വിഷ്വൽ കിട്ടാം. പിന്നെ നമ്മൾ അത്യാവശ്യം ആളുകളുള്ളതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ബൈക്ക് ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പോൾ നമ്മൾ ആനടുത്ത് പോകുന്നത് കേട്ടോ. കേട്ടോ ഫ്രണ്ടിലുണ്ടാവും ചെക്കന്മാര് ബൈക്ക് എടുത്ത് പോകുന്നത്. അധികം ആൾക്കാരും ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ ഉണ്ടാവും. അതങ്ങനെ കുറെ ആളുകൾ നമ്മളെ കണ്ടിട്ട് ഹായ് പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചില്ലടിച്ച് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. അവർ നോക്കുന്നുണ്ടോ? അവർ നമ്മൾ അറിയും കേട്ടോ. അങ്ങനെ കുറെ ആളുകളുണ്ട്, നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ എന്തായാലും നമുക്ക് കാണാനും നമ്മൾ അറിയുന്ന ആളുകളെ ഒരുപാട് ആളുകൾ നമ്മളെ വൈകുന്ന കണ്ടിന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതിൽ കമന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. വടവ് വലിയ എയർ പിന്നുകൾ തുടങ്ങി. ബാക്കില് ആണ് നമ്മളെ താറുള്ളത് കേട്ടോ.
ഒരു വെള്ളമായിട്ടല്ല, മഴ പോലെയുള്ള വെള്ളം. വൈബേ തിരിച്ചെടുത്താലോ? നമുക്ക് ഇതിലേറെ കറക്കി തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണോ, ഇവിടെ നിങ്ങളൊക്കെ കാരണന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നമ്മളിവിടെ കറക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ താഴെ പോയിട്ടോ, പുഴ പോയിട്ടോ. പുഴ പോയിട്ട് ഞാൻ എന്തായാലും ഇറക്കി തരാം കേട്ടോ. നിങ്ങളൊക്കെ പേരെന്താ? സഞ്ജു. എവിടെ? മോളിയിലോ? അതെവിടെ സ്ഥലം? നാട് പോയേക്ക. നിങ്ങളുടെ പേരെന്താ? ശിവശക്തി. എന്റെ പേരെന്താ? ശക്തിവേൽ. എന്റെ പേര് സഞ്ജയ്, സഞ്ജു, ധനുരാഗ്, ശ്രീജിത്ത്, എല്ലാരും ഉണ്ട്. വണ്ടി ഇഷ്ടപ്പെട്ടു? വണ്ടി ഇഷ്ടപ്പെട്ടു? ഏത് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഈ വണ്ടി ഇഷ്ടപ്പെട്ട്? എടാ നബീലെ, എന്റെ വണ്ടി ആർക്കും ഇഷ്ടപ്പെട്ടില്ലടാ. ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നബീലെ, എന്റെ വണ്ടി ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. താറ് ആന നിങ്ങൾക്ക് ഇഷ്ടം? ഈ വണ്ടി ഞങ്ങൾ വാങ്ങാൻ വലുതായാല്? എടാ നോക്കടാ, കാണാ ചെക്കന്മാര് പറഞ്ഞേക്ക്. വലിയതായാലും ഇവല് ഈ വണ്ടി വാങ്ങാം, അല്ല ആ വണ്ടി ആര് വാങ്ങൂലല്ലോ. ആ വണ്ടി രസമല്ലോ. എല്ലാരും കൂടി കൊടുക്കാം. ഇത് പൈസ അല്ല, അത് പൈസ അല്ല, നാട്ടിൽ പൈസ അല്ല. എല്ലാരും കൂടി മുട്ട, എല്ലാരും കൂടി എല്ലാവരും കടയിൽ പോവാ. പൈസക്ക് നേരെ പോയിട്ട് എല്ലാവരും മുട്ടായി വാങ്ങാം കേട്ടോ. മുട്ടായി വാങ്ങി എല്ലാവരും കൂടി തിന്നട്ടോ. ഓക്കെ, എല്ലാവരും ഇപ്പൊ കച്ചറ കൂടെ കേട്ടോ. ഓക്കെ, കൂടിയാണ് തന്നത്. അടിച്ചോ, വേഗം പോയിക്കോ കേട്ടോ. ഒപ്പം പോയിക്കോട്ടോ. കാണാട്ടോ. ഇനി എന്താ വേണ്ടേ?
മതിയോ? ഓക്കെ ബൈ ബൈ. നബീലാടെ പുട്ടുണ്ടാക്കണതാ. നബീല് പുട്ട് കച്ചവടം ചെയ്യണതാ. നബീലതാണ് പുട്ട് കച്ചവടം ചെയ്യണേ. ഞാൻ കണ്ണിങ്ങിലിട്ട് വന്നില്ലേ അവിടുന്ന് പോവണ്ടെന്നൊരു ചെങ്ങായി മര്യാദക്ക് പറയണേ. നമ്മളാർക്കാളെ ഇന്റെ പ്രശ്നമല്ലോ. ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടുന്ന് തിരിച്ചാൽ മതി. എവിടെ ഉള്ള സ്ഥലം തൊട്ടടുക്കണ എടുത്താൽ മതി. അഡ്വഞ്ചർ ഇറങ്ങി. അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. അവിടെ അയ്യപ്പന് കോശിന്റെ ആ വണ്ടിയുടെ അവിടെ നിന്ന് ഈ വണ്ടി വരെ ഒന്ന് നെട്ടിജി അഞ്ഞിട്ട് എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മുജീരെ വണ്ടി ഉന്തിച്ചപ്പോഴേ വലിച്ചതിന് കുറെ ആങ്കരിച്ചത്. എന്റെ വണ്ടി ഞങ്ങളെ വെച്ച് നാളെ ഞാനും കൊടുക്കുന്നത്. നാളെ ഞാനും കൊടുക്കും. നമ്മള് വെച്ചേണ്ടി വരും. ഇത് അന്ന് ടോപ്പായി കേട്ടോ. അല്ല ചളി വാരി തരത്താലോ. ഇത് ഗ്രൂപ്പ് കിടന്നോ ഈ വീഡിയോ? എന്റെ വണ്ടി കുടുങ്ങല്ല. അഞ്ഞിഞ്ഞിട്ടു ഫുള്ളടിച്ചെടുത്തു. ആ സൈഡ് നോക്കിയാൽ മതി. ആ സൈഡ് നോക്കിയാൽ മതി. ഫുള്ളടിച്ചോ പോരി. മതിയോ. അടുത്ത പടുക്കുന്നു ആണ്ട് കുടിക്കാൻ പ്രശ്നമില്ല. അരൂടെ പോയാ അടൂടെ വെക്കോ. മേൽക്കൂടെ വെക്കോ. ഓട്ടോ ട്രാക്ക് ഇട്ടാണ്ട് വെക്കോ. ഒരു പക്കം വെക്കോ. ഓട്ടോ നിർത്തല്ല. വരുമ്പോ നമുക്ക് ഓഫ് റോഡ് ഇങ്ങനെ പോണതിന്റെ ഇടയിൽ ഇതാ കാറ്റാടി, ഒരുപാട് കാറ്റാടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബ് ഉണ്ട്. നമ്മളിത് പൊതുവെ കാണല് തമിഴ്നാട് ഏരിയയിലാണ്. ഈ തമിഴ്നാടാണോന്ന് അറിയില്ല. അട്ടപ്പാടിന്റെ ഒരു ഭാഗം തമിഴ്നാടില്ലേ? അല്ലല്ലേ, കേരളം ആണല്ലേ. തമിഴ്നാട്ടിലോട്ട് തോന്നുന്നില്ലേ കൂടുതൽ കാറ്റാടിയുള്ളത്? തമിഴ്നാട് കൂടുതൽ കാറ്റുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫണ്ണിയും കാര്യങ്ങളും. ഓ വൈബ് തന്നെ. വണ്ടിയെ ഒരുപാട് വരുത്തുന്നു. വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. കയറൊക്കെ നമുക്ക് മുകളിൽ. കാറ്റാടി കാണാനില്ലല്ലോ. കാറ്റാടി വരും. അതായത് രാവിലെ വരും ഒരാൾ സ്വിച്ച് ഇടും. ഒരാൾക്ക് കയറി പോകണ കോടിതാ. അവിടെ കയറി മുകളിലെത്തിയിട്ട്
അല്ലടാ സ്വിച്ച് ഇട്ടിട്ട് കറക്കലാണ്. കറക്കണം ഇങ്ങനത്തെ സ്വിച്ച് ആദ്യം കറക്കാം കാരണം അത്രയും ടൈറ്റ് ഉണ്ടാവില്ല ഫസ്റ്റ് അല്ല അവിടെ ഒരാൾ സ്വിച്ച് ഇടാൻ പറഞ്ഞത് അത് കറങ്ങില്ല ചോറിനാവാതെ കയറല്ലേ ആ ആദ്യം കറക്കി കൊടുക്കണം വൈകുന്നേരത്തെ ചായ ടൈം ഉണ്ടാവും അതുകൊണ്ട് കയറും അങ്ങനെ നമ്മൾ ഒറ്റപ്പാടിന്ന് ഏകദേശം ഇതാ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കുറെ വൈബുകൾ കുറെ ആസ്വദിച്ച് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് കാണാത്ത കുറെ കാഴ്ചകൾ കണ്ട് ഇനി എന്താണ് പറയാനുള്ളത് വെച്ചാൽ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് ഇങ്ങോട്ട് പിരിയാൻ പോവാണ് നമ്മൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകും ചില്ലടിച്ച് പോകും നൈറ്റ് ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ചെയ്യുന്നില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അപ്പോൾ നമ്മളൊരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയല്ലേ ബാബുട്ടേ എന്താണ് പേര് സുർബിയാനൊരു ഫുഡ് ഉണ്ട് അപ്പോൾ അതൊന്ന് കഴിക്കും ഇന്ന് പൊളിക്കും അതേപോലെ നിങ്ങൾക്ക് വരാൻ നമ്മളെ കൂടെ വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് വരണമെങ്കിലോ നമ്മളെ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എന്തായാലും അതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കട്ടോ പഠിച്ചോനെ റോഡ് കാണാനല്ലോ ഓക്കെ ഇനിയിപ്പോൾ കൂടുതൽ ക്യാമറയൊക്കെ നോക്കി വർത്താനം പറയാനില്ല അപ്പോൾ ഇനി നിങ്ങളോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വൈബുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ വൈബ് നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ പോകാൻ യാത്ര ചെയ്യാൻ ഫ്രീ ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഫ്രീ ടൈം കിട്ടിയിട്ടല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയാണ് നമ്മളെ കൂടെയുള്ളവർ പലരും പല ബിസിനസ്സും ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും അതിൻ്റെതായ സമയം ഇതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഒഴിവാക്കി മാറ്റി വെച്ച് പല പരിപാടികളും ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഓക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വെറൈറ്റി വീഡിയോ ഇതേപോലെ ലീവ് എടുത്ത് നമ്മൾ പോകും ചിലപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നുണ്ട് പക്ഷേ അത് വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളൂ ഓക്കെ ബൈ ടാറ്റാ